ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും മികച്ച ഇൻഡസ്ട്രികളിൽ ഒന്നായിട്ട് മാറിയ മോളിവുഡ് സിനിമാ ഇൻഡസ്ട്രിയുടെ ഏറ്റവും പുതിയൊരു വമ്പൻ ബോക്സ് ഓഫീസ് നേട്ടമാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 2024 എന്ന ഈ വർഷം ആദ്യ 140 ദിവസങ്ങൾ, അതായത് ജനുവരി 1 മുതൽ മെയ് 19 വരെയുള്ള ദിവസങ്ങൾ പിന്നിടുമ്പോൾ മോളിവുഡിൽ നിന്നും ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ എല്ലാ സിനിമകളുടെയും ആകെ വേൾഡ് വൈഡ് കളക്ഷൻ കൂട്ടി നോക്കുമ്പോൾ 1000 കോടി പിന്നിട്ടിരിക്കുകയാണ്. 1025 കോടിയിലേക്കാണ് 140 ദിവസങ്ങൾ കൊണ്ട് മലയാളം സിനിമകൾ ലോകമെമ്പാട് നിന്നും കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. മഞ്ഞമ്മൽ ബോയ്സ് ആണ് കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. മഞ്ഞമ്മൽ ബോയ്സിന്റെ 241 കോടി, ആടുജീവിതം എന്ന സിനിമയുടെ 158 കോടി, ഒപ്പം തന്നെ ഫഹദിന്റെ ആവേശം എന്ന സിനിമയുടെ 156 കോടി, കൂടാതെ ഫഹദ് തന്നെ നിർമ്മിച്ച പ്രേമലു എന്ന സിനിമയുടെ 135 കോടിയിലേറെ കളക്ഷൻ എല്ലാം തന്നെയാണ് 2024 എന്ന ഈ വർഷം മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് 1000 കോടിയിലേറെ കളക്ഷൻ നേടിയെടുക്കാനായിട്ട് പ്രധാനമായിട്ടും സഹായകരമായത്. കഴിഞ്ഞ 2 വർഷങ്ങൾ, അതായത് 2022, 2023 എന്നീ വർഷങ്ങളിൽ മലയാള സിനിമ ഇൻഡസ്ട്രി ആകെ 365 ദിവസങ്ങളിലായിട്ട് 750 കോടിയിലേറെ കളക്ഷൻ ആയിരുന്നു വന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഈ വർഷത്തിലെ ആദ്യ 140 ദിവസങ്ങൾ കൊണ്ട് 1025 കോടി കളക്ഷൻ എത്തുമ്പോൾ അതിൽ നിന്ന് വ്യക്തം മോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയുടെ ബോക്സ് ഓഫീസ് വളർച്ച. 2024 ആദ്യ പകുതിയിൽ ഈ പറഞ്ഞ 1000 കോടിയിലേറെ കളക്ഷനിലെ ബിഗ് എമ്മിന്റെ കോൺട്രിബ്യൂഷൻ കൂടി ഉണ്ട് എന്നത് പ്രത്യേകം എടുത്ത് പറയട്ടെ. മമ്മൂട്ടിയുടെ പോസിറ്റീവ് ലഭ്യമായ ഭ്രമയുഗം എന്ന സിനിമ 58 കോടിയാണ് കളക്ഷൻ നേടിയെടുത്തതെങ്കിൽ ലാലേട്ടന്റെ തിയേറ്ററുകളിൽ ആദ്യ ദിവസം തന്നെ നിരാശപ്പെടുത്തിയെങ്കിലും 30 കോടിയായിരുന്നു മലക്കോട്ടെ വാലിബൻ ഫൈനൽ കളക്ഷനായിട്ട് നേടിയെടുത്തത്. ബിഗ് എംസ് കഴിഞ്ഞാൽ പൃഥ്വിരാജിനാണ് ഈ വർഷം വേറെ ലെവലായിട്ട് മാറിയിരിക്കുന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ, ഒപ്പം തന്നെ ആടുജീവിതം എന്നീ സിനിമകളുടെ ആകെ കളക്ഷൻ കൂട്ടി നോക്കിയാൽ 200 കോടി കിടക്കും. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്തുമ്പോഴേക്കും 250-300 കോടി റേഞ്ചിൽ പൃഥ്വിരാജിന്റെ വക ഈ വർഷം കോൺട്രിബ്യൂഷൻ ഉണ്ടാകുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഇനിയും ഈ വർഷം 200-220 ദിവസങ്ങളിലധികം ബാക്കിയുള്ളപ്പോൾ രണ്ടാം പകുതിയിൽ ഇനിയും വമ്പൻ സിനിമകൾ മോളിവുഡിൽ നിന്നും വരാനായിട്ടിരിക്കുന്നു. ഈ ആഴ്ച പുതിയ മലയാളം സിനിമകളെല്ലാം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ഇനിയും 100 കോടി കളക്ഷനും, ഒപ്പം തന്നെ ഈ പറഞ്ഞ ഇനിയും ഒരു 1000 കോടി കളക്ഷൻ എല്ലാം തന്നെ നേടിയെടുക്കാനുള്ള ബോക്സ് ഓഫീസ് പവർ മോളിവുഡിനുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. 2000 കോടിയിലേറെ ഈ വർഷം ഫൈനൽ കളക്ഷൻ കടക്കാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. കാത്തിരിക്കൂ തുടർന്നുള്ള ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.